കണ്ടുവോ എൻ്റെ കാതലേ നിറയെ. ഇതേ മനുഷ്യ ശബ്ദം ഉണ്ടാക്കല്ലേട്ടോ, രണ്ടുപേരും നല്ല ഉറക്ക. ഈ മനുഷ്യനടുത്തല്ലേ ഞാൻ പറഞ്ഞത്, ഇനിയൊരുന്ന് ഞാൻ നോക്കിക്കോ. എടി നീ ഒന്ന് പതുക്കെ പറയേ, അവരെഴുന്നേക്കും. ആഹാ, ഞാൻ സംസാരിക്കുമ്പോൾ അവരെഴുന്നേക്കും. അപ്പം നിങ്ങൾ ഉണ്ടാകുന്ന ശബ്ദത്തിൽ അവരെഴുന്നേക്കില്ലല്ലേ? ഞാൻ ചെന്ന് നോക്കട്ടെ, അവളെങ്ങാനും എഴുന്നേറ്റിട്ടുണ്ടേല് പിന്നെ ബാക്കി ഞാൻ വന്നിട്ട് തരാം. എഴുന്നേറ്റിട്ടില്ല. എന്തായി, എഴുന്നേറ്റോ? ഇല്ല, പുറത്തോട്ട് പോക്കോ, ഞാൻ വന്നോളാം. വേഗം വാ, ലേറ്റായി. അല്ല, ആരിത്? ജാനകി, വാ അകത്തോട്ട് വാ ജീവേട്ട, അകത്തോട്ട് വാ. ജീവേട്ട, സുഖമാണോ? ഹാടാ, സുഖം. നിനക്ക് സുഖമല്ലേ? എല്ലാവരും എന്ത് ചെയ്യും? വലുതായിട്ട് അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. വൈകിട്ടാണ് പാർട്ടി, അപ്പോൾ എല്ലാ കുടുംബക്കാരൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ. എടി സോറി കേട്ടോ, ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി. നീ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയോ? അത് സാരമല്ല, ഇവിടെ ലേറ്റായിട്ടൊന്നുമില്ല. അത് പൂജയ്ക്കുള്ളതൊക്കെ എൻ്റെ മോളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോദിക്കാൻ ഞാൻ വിട്ടുപോയി, നിൻ്റെ മോളെവിടെ? കണ്ടില്ലല്ലോ. കുറേ ആയി ഒന്ന് കണ്ടിട്ട്, ചെറുപ്പത്തിലെങ്ങാണ്ടോ കണ്ടൊരു ഓർമ്മയുള്ളൂ. അവളോ? ഞാൻ വിളിക്കാം, ഇവിടെ തന്നെ ഉണ്ടെന്ന്. അവളുടെ റൂം എന്തോ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. നിൽക്ക്, ഞാൻ വിളിക്കാം. മോളെ ലച്ചു, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ലച്ചു. അമ്മ, ഞാൻ ദേ വരുവാ. നിൽക്ക്. എന്താ? എൻ്റെ മോളങ്ങ് വല്ലാണ്ട് വളർന്നു പോയല്ലോ, നല്ല സുന്ദരിയായിട്ടുണ്ട്. മോളെ, അമ്മ പറഞ്ഞില്ലേ ഇന്നലെ, അമ്മയുടെ ഫ്രണ്ട് ജാനകി. ഇതാണ് കേട്ടോ, ഇവിടെ നമ്മുടെ തൊട്ടടുത്ത അവരുടെ താമസം. ഓർമ്മ, ജാനകി ആൻറ്റി അല്ലേ? ശരിയാ. സുഖമാണോ ആൻറ്റി? ഹാടാ, സുഖം. മോൾക്ക് സുഖമാണോ? പിന്നെ ആൻറ്റി, അങ്കിൾ എവിടെ? ജീവൻ അങ്കിൾ വന്നിട്ടുണ്ട്. അരുണേട്ടനായിട്ട് പുറത്തുനിന്നെന്തോ സംസാരിക്കുക. ജാനു, നീ പെട്ടെന്ന് വന്നേ, പൂജയ്ക്കുള്ള ടൈമായി. ലച്ചു, നീ അടുക്കളയിലിരിപ്പുള്ള മറ്റേ കർപ്പൂരം ഇങ്ങ് എടുക്ക്. ഓക്കെ അമ്മ. അമ്മ ഇവിടെ എങ്ങും കാണാനില്ല കേട്ടോ, ഇവിടെയൊക്കെ നോക്കി. ഈശ്വര, സമയത്തിനൊരു കുന്തവും കാണത്തില്ല. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? അവരുടെ കൺമുമ്പിൽ ഇരിക്കുന്ന സാധനം തിരക്കാൻ പറഞ്ഞാൽ പോലും ഇവർക്ക് കാണില്ല. പിന്നല്ലേ ഇത്. നിൽക്ക്. ഇനിയിപ്പോൾ അതിനെ തിരക്കി സമയം കളയണ്ട. തൽക്കാലം എൻ്റെ വീട്ടിലിരിപ്പുള്ളത് പോയി എടുത്തോണ്ട് ഞാൻ വരാം. നീ പോകണോ? വേണ്ട, നീ മോളോട് പറഞ്ഞേക്ക്, ലച്ചുപ്പ എടുത്തോണ്ട് വരും. നീ അവളോട് എവിടെയാണ് വച്ചേക്കുന്നതെന്ന് കൃത്യമായിട്ട് പറ, അല്ലെങ്കിൽ അവൾക്ക് കണ്ണാണത്തില്ല. ഓക്കേടാ തന്നെ. മോളെ, എൻ്റെ വീട് ഈ അടുത്തുള്ള വീടില്ലേ, നേരെ കയറിപ്പോയാൽ മതി. വാതിൽ ക്ലോസ് ആക്കിയിട്ടൊന്നുമില്ല. കയറിയിട്ട് വലതോട്ട് ആണ് അടുക്കളയിൽ കാണുന്ന ഫസ്റ്റ് കബോർഡിലെങ്ങാണ്ടോ അവിടെ തന്നെ ഉണ്ടാവും കർപ്പൂരമുണ്ട്. അതെടുത്തോണ്ട് പെട്ടെന്ന് കേട്ടോ, ടൈമില്ല. അയ്യോ ആൻറ്റിയുടെ വീട് അല്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോവാനോ? നീ പേടിക്കണ്ട, അകത്തിൻ്റെ മോനുണ്ട്,
അവൻ ഉറക്കുക. നീ ഇപ്പോൾ എടുത്തോണ്ട് വന്നാൽ മതി, അവിടെ ആരുമില്ല, വേറെ ആരുമില്ല. ഓക്കെ ആൻറ്റി, എന്നാൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇനിയിപ്പോൾ കിച്ചൺ എവിടെയാണോ എന്തോ. അതെ ഇരിപ്പുണ്ട്. ആദ്യത്തെ കബോർഡ് എന്നല്ലേ പറഞ്ഞേ. നോക്കി ഇവിടെ ഇല്ലല്ലോ. ഇപ്പോൾ വീട്ടിലില്ലെന്ന് പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും ഒക്കെ എടുത്തെറി. നിൽക്കുക, ഒന്നുകൂടെ നോക്കാം. കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു കരയണ സൗണ്ടല്ലേ കേട്ടെ? ഇനി എനിക്ക് തോന്നിയതാണ്. അല്ല, ശരിക്കും കുഞ്ഞിൻ്റെ സൗണ്ടാ. ആൻറ്റിയുടെ മോൻ ഇത്രയും കുഞ്ഞാണോ? ഇതെങ്ങാണ്ട് 1-2 വയസ്സുള്ള കൊച്ചിൻ്റെ കരച്ചിൽ പോലെ കേൾക്കുന്നത്. പോയി നോക്കിയാലോ. അശോ, കുഞ്ഞോ. അപ്പം എനിക്ക് ശരിക്കും ഈ കൊച്ചാണോ ഉള്ളത്? ഇപ്പം എന്താ ചെയ്യുക? വല്ലാണ്ട് കരയാണല്ലോ. അച്ചോടാ തക്കുടാ, അത് കരയാണോ? വന്നേ ചേച്ചി അമ്മേനെ അടുത്തോട്ട് കൊണ്ടുപോകാം. പോവാം നമുക്ക്. കരയല്ല കേട്ടോ, കരയല്ല. ഇപ്പം അമ്മേൻ്റെ അടുത്ത് പോവാം. ആരാടി നീ? ഈശ്വര, ഞാനോ? പട്ടാപ്പകല് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഇറങ്ങിയേക്കുക. വക്കിടി എൻ്റെ കൊച്ചിനെ അവിടെ. അയ്യോ, ഞാൻ ആൻറ്റി. മിണ്ടരുത് നീ. കൊച്ചിനെ അവിടെ കിടത്തിക്കോ. ഞാൻ ഇവിടെ അടുത്തുള്ള വീട്ടിലെ ആൻറ്റി പറഞ്ഞിട്ടാ ഞാൻ. നിർത്തിക്കോ. ആരാടി നീ? സത്യം പറഞ്ഞ. അല്ലാതിപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കും. എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എൻ്റെ റൂമിൽ, അതും എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് വന്നേ? അയ്യോ അല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതേ അവക്കുള്ളതാ, നിന്നെ പറഞ്ഞയച്ചില്ലേ? അവക്കുള്ളത് ചെന്ന് കാണിച്ചു കൊടുക്ക്. നിർത്തടി, അവിടെ ഒരു മുതലക്കണ്ണീര്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. പോലീസിനെ വിളിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. അയ്യോ, ഞാൻ ആൻറ്റി പറഞ്ഞിട്ടാ വന്നത്. ആൻറ്റി. ഏത് ആൻറ്റി പറഞ്ഞിട്ടാടി നീ ഇങ്ങോട്ട് വന്നേ? ഇറങ്ങി പൊക്കണം. ഇനി ഈ പരിസരത്തെങ്ങനെ കണ്ട പിന്നെ അപ്പം എൻ്റെ സ്വഭാവം അറിയാം നീ. മോളെ കിട്ടിയോടാ? കിട്ടി ആൻറ്റി. മോളെ വാ, പൂജയ്ക്കുള്ള ടൈമായി. നിൻ്റെ അമ്മ കാത്തു നിൽക്കുക. അല്ല, നിൻ്റെ മുഖത്ത് ഇതെന്താ ഒരു പാട്? അത് ഒന്നുമില്ല ആൻറ്റി. അയ്യോ മോളെ, ഇതെന്താ പറ്റിയേ? പറയേ ആൻറ്റി. അത് അയ്യോ, എന്താണ് പറ്റിയേ? പറയേ. ഞാൻ കൊച്ച് കരയാൻ പോയിട്ട് എടുക്കാൻ പോയാ, അല്ലാണ്ട്. എൻ്റെ ദൈവമേ, ഈ ബോധമില്ലാത്തവനെ ഇന്ന് ഞാൻ. മോളിങ്ങ് വന്നേ, ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അയ്യോ ആൻറ്റി, വേണ്ട ആൻറ്റി, വിട്ടേക്ക്, സാരമില്ല. അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല. മോള് വന്നേ. അയ്യോ ആൻറ്റി, വേണ്ട, സാരമില്ല, തെറ്റിദ്ധരിച്ചതാ. ആൻറ്റി വാ, പൂജയ്ക്കുള്ള ടൈമായെന്നല്ലേ പറഞ്ഞേ. മോളെ, അത് സോറിടാ കൂട്ടാ. അവന് പകരം ഞാൻ സോറി ചോദിക്കാം. അവനിങ്ങനെ മുന്നും പിന്നൊന്നും നോക്കാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചടിച്ച്. പക്ഷെ ഇത് വല്ലാണ്ട് ഓവറായിപ്പോയി. സാരല്ലടാ, ഞാൻ പൂജ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അവനുള്ള കൊടുക്കുന്നുണ്ട്. മോളിപ്പോൾ വാ, നമുക്ക് പൂജയ്ക്ക് പോവാം. കാലമാണ് എൻ്റെ കഫ്ല്. അപ്പോൾ ഇതെന്ത് പാടാണ്. തടിയൻ എല്ലാവരും അടി അടിച്ച് എൻ്റെ കിളിയൊക്കെ പറന്നു പോയി. സാമദ്രോഹി. ഈ പോയ കിളികൾ ഇനി എങ്ങനെ തിരിച്ചു വരുമോ ഈശ്വരാ. അയ്യോ, വേദനിക്കണേ. എൻ്റെ അച്ഛൻ പോലെ എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. പഞ്ഞപ്പരട്ട കട്ടി തിണ്ടി മാറി. തടിയൻ, നിനക്കുള്ള ഞാൻ തരാട്ടാ. ഈ അടിക്ക് ഞാൻ പകരം ചോദിച്ചില്ലേൽ
എൻ്റെ പേര് ലച്ചു എന്നല്ല, നോക്കിക്കോ. ഇനി തന്നെ ഞങ്ങളിന്ന് ഇറങ്ങുവാണേ. എന്നാൽ പിന്നെ വൈകിട്ട് പാർട്ടിക്ക് കാണാം. വരണേ, മറക്കല്ലേ. ആടാ വരാം. അല്ല ജീവട്ടാ, മോനെയും മോൻ്റെ കൊച്ചിനെ കൊണ്ടുവരത്തെന്തേ? എടാ അത് അവൻ ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ പിന്നെ അവൻ കിടന്നുറങ്ങുക. മാത്രമല്ല കുഞ്ഞ് നല്ല ഉറക്കുക. അവൾ ലേറ്റായിട്ടാണ് രാത്രി ഉറങ്ങി. അപ്പോൾ കരുതി രണ്ടാളെയും പിന്നെ വൈകിട്ട് വരുന്ന പാർട്ടിക്ക് കൊണ്ടുവരാമെന്ന്. അപ്പോൾ പരിചയപ്പെടുത്താം. നീ വൈകിട്ട് വരുമ്പോൾ നിലമോളെ മറക്കാതെ കൊണ്ടുവരണം കേട്ടോ. ആ ഓക്കെ, ഞാൻ കൊണ്ടുവരാം. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. ചെറുക്ക, എന്താ അമ്മേ, ഒന്ന് പയ്യേ, കൊച്ചു പേടിച്ചു പോകും. നിന്നെ എന്ന് ഞാൻ നോക്കിക്കും. അമ്മ വെയിറ്റ്, ഇന്നിവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ആടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നേക്കുന്നേ. അറിഞ്ഞോ? എന്തറിഞ്ഞു? എങ്ങനെ? അവൾ വന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആഹാ, ആ പെണ്ണുപിള്ള അങ്ങോട്ട് വന്നോ? ഒരൊറ്റ വീക്ക് ഞാൻ വെച്ചേര്, നോക്കിക്കോ. എന്താ അമ്മ കാര്യം അറിയാതെ പറയില്ലേ? കൊല്ലിഞ്ഞ മിണ്ടിപ്പോരുത്. നീ എന്തിനാണ് അവളെ കരുത്തല്ലേ? അവൾ ആരാണെന്ന് നിന്റെ വിചാരം? അവൾ ആദ്യം വേണമല്ലോ ആയിക്കോട്ടെ. എൻ്റെ എക്സ് വൈഫ് അയച്ചിട്ടല്ലേ അവൾ വന്നേ. നീ തല്ലിയതേ എൻ്റെ ഫ്രണ്ട് ദിയ. ഇപ്പോൾ ഇവിടെ താമസിക്കാൻ വന്നേക്കുന്നില്ലേ? എൻ്റെ ദിയയുടെ ഒരേ ഒരു മോളായ ലക്ഷ്മിനെ. അപ്പം എനിക്ക് തെറ്റിയതാണോ? കൊല്ലിഞ്ഞ് മിണ്ടരുത് നീ. കൊച്ചിടുന്ന കരയെല്ലാം ചെന്ന് നോക്കിയതാ അവള്. കരച്ച് നിർത്താത്തോണ്ട് അവള് കയ്യിലെടുത്ത്. അപ്പത്തേക്ക് നീ വന്ന് തല്ലുകയും ചെയ്ത്. നിനക്ക് എന്തിൻ്റെ കേടാ? ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കി കൂടായിരുന്നു? അയ്യോ അമ്മ, ഞാൻ ചോദിച്ചപ്പോൾ അവൾ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുമായിരുന്നു. അവൾക്ക് പറയാൻ പാടില്ലായിരുന്നോ എന്നെ എന്നതുപോലെയാണ് എന്നൊക്കെ? ഇനി നീ പറയാൻ അനുവദിച്ചാലല്ലേ അവൾ പറയത്തുള്ളൂ. അത് പിന്നെ അമ്മ. മതി, നീ ഒന്നും പറയണ്ട. വൈകിട്ട് അവിടെ പാർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നിന്നെയും കൊച്ചിനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ ഞങ്ങളോടൊപ്പം വരണം കേട്ടല്ലോ. അയ്യോ അമ്മ, ഞാനില്ല. നിങ്ങൾ വേണേലും നെല്ലുമുളക് കൊണ്ടുവെക്കോ, എനിക്ക് വേറെ പണിയുണ്ട്. ആ മതി, നീ നിൻ്റെ ഒരു പണിയും നോക്കണ്ട. മര്യാദയ്ക്ക് അവിടെ വന്ന് കൊച്ചിനടുത്ത് സോറി ചോദിച്ചോളാം കേട്ടല്ലോ. സോറിയോ? ഓ, അതിന് പേര് ഞാൻ അങ്ങോട്ട് വരണില്ല അമ്മ. ഞാൻ പറയണ നീ കേൾക്കും കേട്ടല്ലോ. കൊച്ചിന് വല്ല കൊടുത്തായിരുന്നോ? ആ, ഇച്ചിരി പാലുണ്ടായിരുന്നു, അത് കൊടുത്തു. അച്ഛമ്മയുടെ പൊന്നു വന്നേ, നമുക്ക് കുറുക്ക് കഴിക്കാം. ജാനകി വാ വാ. അച്ചോടാ, ഇതാരും നിലു ബേബിയോ? വന്നേ വന്നേ. ആ മോനെ, ബാ അകത്തോട്ടിരിക്കുക. സിദ്ധു എന്നല്ലേ പേര്? ആ അങ്കിൾ. ആ വാ അകത്തോട്ട് കയറി. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ആ എന്താണ് അവിടെ നിൽക്കുന്നത്? നഴ്സറി പിള്ളേരെ പോലെ പേടിച്ചിട്ട്. കയറകത്തോട്ട്. ഇതാ മര്യാദയ്ക്ക് അകത്തോട്ട് കയറിക്കോ. ഇവിടെ നിന്ന് മുങ്ങാനാണ് പ്ലാനെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം നീ അറിയും. ഓ, ഞാൻ വരുവാ. കയറിക്കോ അമ്മ, കയറി. ആ മോനെ, അപ്പോൾ ഇന്ന് മോന് ജോലിയില്ലേ? കമ്പനിയിലോട്ട് പോയില്ലായിരുന്നോ? ഇല്ല ആൻറ്റി, അമ്മ പറഞ്ഞു ഇന്ന് ലീവ് എടുക്കാനായിട്ട്, അതാ. ആ ധന്യ, ലച്ചു എവിടെ? ഇവന് ലച്ചുവെ പരിചയപ്പെട്ടില്ലല്ലോ. പണ്ടും കണ്ടോ കണ്ടതല്ലേ? ആ ഞാൻ അവളെ വിളിക്കാം. ഓക്കെ. ഓ, ഈ അമ്മ സമ്മതിക്കൂല. ഈശ്വര, ഇപ്പം എങ്ങനെ വരല്ലേ, രക്ഷിക്കണേ. മോളെ ലച്ചു, ഒന്നിങ്ങ് വന്നേ. ഇതാരാ വന്നേക്കണെന്ന് നോക്കിക്കേ. ആ അമ്മ, ഞാൻ വരുവാ.
ആടെ ഞാൻ എന്താ വരാം, നിൽക്ക് മോളെ. നീ സിദ്ധുമോനെ ഒന്ന് വീടൊക്കെ കാണിക്ക്. അമ്മ പോയെ കൊണ്ട് കാണിക്ക്. എന്ത് പറഞ്ഞാലും മടിയാ. മക്കളെ ചെന്നോടാ മോനെ, വീടൊക്കെ ചെന്നൊന്ന് കണ്ടോ. ആ ഓക്കെ ആൻറ്റി. ദേ ഇതാണ് ഹാള്. അവിടെ 2 റൂമുണ്ട്, അതിൻ്റെ അകത്തൊരു ബാത്റൂമുണ്ട്, പിന്നെ ഇത് ബാൽക്കണി. അതെ, എക്സ്ക്യൂസ് മീ. അതെ, എന്തേ? സോറി കേട്ടോ. എന്തിന്? പിന്നെ ഞാൻ ആള് മാറിയ രാവിലെ ഇയാളെ തല്ലി, അതിന്. ഓഹോ, അപ്പോൾ ആൾ മാറിയതാണ് ഇപ്പം മനസ്സിലായോ? ഇത്ര തവണ അയാളോട് പറയാൻ ശ്രമിച്ചേ. സോറി കേട്ടോ, ഞാൻ അറിയണ്ട. ഐ എം റിയലി സോറി. അത് എന്തേ ലച്ചു, നീ ഇത് എന്ത് തേങ്ങ നോക്കിക്കൊണ്ട് നിൽക്കുക? നീ എന്തൊക്കെയാ കുറച്ച് മുമ്പ് പറഞ്ഞേ? അവനെ പകരം വീട്ടുവെന്നോ എന്തൊക്കെയാ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാണ്ട് നിൽക്കുക. ഒന്നിനെ തിരിച്ചൊരെണ്ണം പൊട്ടിക്ക്, അല്ലെങ്കിൽ 2 തെറിയെങ്കിലും വിളിക്ക്, ഒരു സമാധാനം കിട്ടട്ടെ. എങ്ങനെയാ പറ്റണേ? ആ മുഖം ഒന്ന് നോക്കിക്ക്. ഓശോ, എന്ത് നിഷ്കളങ്കം. ഇത് നോക്കി എങ്ങനെയാ ഒരു തെറി വിളിക്കാൻ പറ്റണേ? സാരമില്ല, തൽക്കാലത്തേക്ക് ക്ഷമിക്കാം. അപ്പം എൻ്റെ വേദന സാരമില്ല, പാവല്ലേ. അത് സാരമില്ല, ആൻറ്റി പറഞ്ഞായിരുന്നു ആള് മാറിയതാന്ന്. എന്നാലും സോറി. ഞാൻ സാരമില്ല. ഇതേ പിന്നെ വീട്ടിൽ പറയില്ല കേട്ടോ, പിന്നെ പ്രത്യേകിച്ച് എൻ്റെ പപ്പയോടും. ഇല്ല പറയില്ല. എന്താ പപ്പയെ പേടിയാണോ? ഏയ് അല്ല, പപ്പയ്ക്ക് ഇങ്ങനെ ഇഷ്ടമല്ല ആരെയും തല്ലണതൊക്കെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ അതും നിന്നെ തല്ലിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും. ഓക്കെ ആലോചിക്കാം, പറയണോ വേണ്ടേന്ന് നോക്കട്ടെ. ഓക്കെ. ആലോചിക്കാമെന്നു? ഞാൻ സോറി പറഞ്ഞല്ലോ. പറയില്ലടോ. നോക്കാം. ഇയാളും ബാ, ഞാൻ റൂമൊക്കെ കാണിക്കാം. മോനെ സിദ്ധാർത്ഥേ, ഒന്ന് നിന്നേ. ഈശ്വര, ഈ അമ്മച്ചിയാ. നമുക്ക് പോവാം. നിക്ക് പാവ എന്തിനു വിളിക്കുന്നു നോക്കട്ടെ. എന്താ അമ്മച്ചി? ഇതേ വേണ്ട കേട്ടോ, പൊല്ലാപ്പാവും. നിക്ക്, ഞാൻ ചെന്ന് നോക്കട്ടെ. ഡാ മോനെ, ഇതാണ് അവിടെ നിന്റെ കെട്ടിയോള്? എൻ്റെയോ? എപ്പോ? അല്ല അമ്മച്ചി, അല്ല. ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കുക ഈ കൊച്ചിനൊന്ന് നേരിട്ട് കാണണമെന്ന്. ഇപ്പോഴാ ഒന്ന് കിട്ടിയേ. നീ എന്താ മോളെ ആ കൊച്ചിനെ തനിച്ചാക്കി പോയേ? അയ്യോ അമ്മച്ചി, ഇതെൻ്റെ ഭാര്യ അല്ല. ഒന്ന് പറയ് പെണ്ണേ. പറയാം. അമ്മച്ചി, ഞാൻ എൻ്റെ ഭാര്യയല്ല, അത് അല്ല, ഏട്ടൻ്റെ ഭാര്യയല്ല ഞാൻ. ഞാൻ ഇവരെ ഭാര്യയല്ല. അപ്പോൾ നീ ഇവൻ്റെ പെണ്ണല്ലേ? ഓ, കണ്ടിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചതാ. അയ്യോ ഇല്ല അമ്മച്ചിക്ക് ആൾ മാറിയതാ. ഓക്കെ, നമ്മളെ കണ്ണ് വലുതായിട്ട് കാണില്ല, അതാ. എന്നാ മോളെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇതേ പിന്നെ സോറി കേട്ടോ അമ്മച്ചി പറഞ്ഞതിന്. ഇയാളതിനെന്താ ചെയ്തേ? അമ്മച്ചിക്കല്ല തെറ്റിയത്. ഇന്ന് മൊത്തം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. എന്നാലും സോറി. അശ്ശോ, ഇവിടെ നിന്നാൽ പിന്നെ സോറി പറഞ്ഞോടെ നിൽക്കും. ബാ, നമുക്ക് താഴോട്ട് ചെല്ലാം. അല്ല, ഏട്ടൻ്റെ മോളെ ഞാൻ കണ്ടില്ല. കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഇന്നലെ എനിക്ക് അടിയുണ്ട്. ഇന്നിലും നന്നായിട്ട് നോക്കട്ടെ. അവളെവിടെ? അവൾ അമ്മയുടെ കയ്യിലുണ്ടാവും. ജാനകി ആൻറ്റി, വാവ എന്തേ? അച്ഛോ, അവളിപ്പോൾ ധനിയുടെ റൂമിൽ ഒരു കൊച്ചൊന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കളിക്കുന്നുണ്ടാവും. മോളൊന്ന് ചെന്ന് നോക്കിക്കോണേ, അവളെങ്ങാനും വീഴും.
ആ ആൻറ്റി ഞാൻ നോക്കിക്കോളാം. അച്ചവിടെ തക്കിടുമായി കളിക്കുകയാണോ? വന്നേ വന്നേ, ചുന്ദരി കുട്ടി വന്നേ. ഇന്നലെ ആൻറ്റിക്ക് കൊച്ചിനെ എടുക്കാൻ പോലും പറ്റില്ല. സോറി കേട്ടോ. നമുക്ക് കളിക്കാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണേ. സിദ്ധു മോനെ, നിലുമോളയുടെ വളച്ചെന്നെടുത്തോണ്ടോ? അമ്മ അത് ധന്യാൻ്റിയുടെ മോളുടെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ചെന്ന് എടുത്തോണ്ടോ? പോണ്ടേ, കൊച്ചിന് ഉറങ്ങാനുള്ള ടൈം കഴിഞ്ഞു. ആ ഓക്കെ അമ്മ, ഞാൻ ചെന്ന് എടുത്തോണ്ട് വരാം. അതെ ലക്ഷ്മി, പയ്യെ പറയാ, കുഞ്ഞുറങ്ങുക. ഞങ്ങളിപ്പോ ആ കൊച്ചിനെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഏട്ടൻ താഴെ പൊക്കോ, ഞാൻ കൊണ്ടുവന്നോളാം. ചിലപ്പോൾ എഴുന്നേക്കും. ഓക്കെ. കുഞ്ഞുറങ്ങിയോ? എന്തൊരത്ഭുത. സാധാരണ ഇവിടെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അച്ഛനും എല്ലാവരും കൂടെ ആയിട്ടൊരു യുദ്ധം തന്നെ ഉണ്ട്. ഉറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റാവും. അതുമാത്രമല്ല, അവൾ പെട്ടെന്ന് അങ്ങനെ ആരോട് അടുക്കത്തൊന്നുമില്ല. അതന്നെ ഞാൻ നോക്കുന്നേ. ലക്ഷ്മണെ കണ്ടപ്പോൾ തൊട്ട് ഇവൾക്ക് ഭയങ്കര ചിരിയും കളിയൊക്കെ. അവൾക്ക് വല്ലാണ്ട് ഇഷ്ടമായെന്ന് തോന്നുന്നേ. ഇവളങ്ങനെ ഏട്ടാ, ഒരു കുഞ്ഞു കൊച്ചിനെ കണ്ടാലും വിടത്തില്ല. അവരെ കൂടെ നടന്ന് കളിയും ചിരിയും, പിന്നെ വിടത്തേയില്ല. വേണേൽ നോക്കിക്കോ, ഇവിടെയല്ലേ താമസം. ഇനി 24 മണിക്കൂർ നിലുമോളുടെ വേക്കുന്നത് തന്നെയായിരിക്കും ഇവള്. ആൻറ്റി, ഞാൻ കൊച്ചിനെ കൊണ്ട് കിടത്താം. ചിലപ്പോൾ എഴുന്നേറ്റാലോ. ഇടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു. അതും ശരിയാ, അവൾ കൈ മാറ്റിയാൽ ചിലപ്പോൾ എഴുന്നേക്കും. ധന്യ, നീ എന്ത് പറയുന്നു? കൊച്ചു വന്നോട്ടെ? അതിനെന്താ, മോള് പൊക്കോ, കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് വാ. ഓക്കെ അമ്മ. ലക്ഷ്മി മെല്ലെ നെല്ലു ബേബീനെ ബെഡിലോട്ട് കിടത്തി. ആൻറ്റി, എന്നാൽ ഞാൻ പോകുവാണേ. നാളെ കാണാം. ബൈ. മോളെ, സൂക്ഷിച്ചു പോണേ. സിദ്ധാർത്ഥേട്ടാ, ബൈ. ബൈ. ഏട്ടാ, ലക്ഷ്മിനെ കണ്ടോ? അവൾ എത്ര പെട്ടെന്ന് നമ്മുടെ നിലുമോളായിട്ട് ഇണങ്ങിയേ അല്ലേ? ഇന്നെന്നറിയില്ല, നമ്മുടെ സിദ്ധുവും ലക്ഷ്മോളും നെല്ലുമായിട്ട് ഒരുമിച്ച് താഴോട്ട് വന്നില്ലേ? പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്കെന്തോ എന്തെന്നറിയാത്ത വല്ലാത്തൊരു സന്തോഷം, അതുപോലെ തന്നെ വല്ലാത്ത സങ്കടവും തോന്നി. പോട്ടെ ജാനു, നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ശരിയാവും. ജാനകി ആൻറ്റി, അമ്മ കുളിക്കുക. എന്തേ?
അത് ഇത് എൻ്റെ അമ്മ തന്നേച്ചാ ഇവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? എനിക്കറിയാൻ പാടില്ല, എന്തോ കഴിക്കുന്ന സാധനമാണ്. ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു. എന്തേ പോന്നില്ലേ? അല്ല, നില്ലുവാണിവിടെ കണ്ടില്ല. അവളുറങ്ങുക. ഓക്കെ, എന്നാ ഞാൻ പോവാം. നിലുവല്ലേ കരയുന്നേ? ഒന്ന് മാറി നിൽക്കൂ, ഞാൻ ചെന്ന് നോക്കട്ടെ. ഐസ്, ഈ കുരുക്ക് വന്ന കാര്യം നിലമോൾ എങ്ങനെയാ മനസ്സിലാക്കി? അച്ചോടാ തക്കുടുവാ എഴുന്നേറ്റോ? കരയുവാണോ? അച്ഛൻ ഇപ്പോൾ വരോട്ടാ. മമ്മി ഒന്ന് വേഗം വേണേ, നിലമോൾ എഴുന്നേറ്റിട്ടുണ്ട്. ആടാ, ഞാൻ വരുമ്പോൾ ലേറ്റാകും. നീ ആ മേശപ്പുറത്തുള്ള പാലൊന്ന് എടുത്ത് കൊടുക്ക്. അതെ, കൊച്ചിനൊന്നെങ്കിൽ തരണേ ഈ പാല് കൊടുക്കാൻ. ഓക്കെ, ഇതാ. അയ്യോ വെയിറ്റ്, എൻ്റെ മുടി, അവളെൻ്റെ മുടിയെ പിടിച്ച് വെച്ചേക്കുക. ഏട്ടനാ പാലെങ്കിൽ തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. അല്ല സാരമില്ല, ഞാൻ കൊടുക്കാം, ഇങ്ങോട്ട്. ഇല്ല സാരമില്ല, ഞാൻ കൊടുക്കാം. ഓക്കെ. അല്ല ആദ്യത് ലക്ഷ്മോളോ? എന്താ രാവിലെ തന്നെ? ആൻറ്റി, അത് അമ്മ എന്തോ തന്നേച്ചു ഇവിടെ കൊണ്ട് തരാൻ. അപ്പോൾ അത് തരാനായിട്ട് വന്നപ്പോഴാണ് നിലമോള് കരയണ ശബ്ദം കേട്ടെ. അപ്പോൾ പിന്നെ കൊച്ചിനെ എടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. അത് നിലമോൾ നീ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവും, അതാ കള്ളിപ്പിന്നെ എഴുന്നേറ്റ്. അല്ലേടി വാവേ? ആണോടാ മുത്തേ? എന്നെ കാണാനാണ് എഴുന്നേറ്റ്? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആരൊക്കെ ശ്രമിച്ചാലും തമ്മിൽ അകറ്റാൻ പറ്റാത്ത രീതിയിൽ ലച്ചുവും നിലുമോളും അടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം പരസ്പരം ഇഷ്ടമാണെന്നറിഞ്ഞിട്ടും അത് തുറന്നു പറയാനോ പ്രകടിപ്പിക്കാനോ കഴിയാതെ നീറുന്ന രണ്ട് മനസ്സുകൾ. വാക്കുകളിൽ അവർ പറഞ്ഞത് സൗഹൃദമാണെങ്കിലും മനസ്സുകൊണ്ട് പറഞ്ഞത് പ്രണയമായിരുന്നു. ഇത് മോളെ, ഞങ്ങൾ ഇറങ്ങുക. നീ വേഗം എഴുന്നേറ്റ് ആൻറ്റിയുടെ വീട്ടിലോട്ട് പൊക്കോ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. 11 മണി വരെ എങ്ങാനും കിടന്നുറങ്ങാനാണ് പരിപാടിയെങ്കിൽ നോക്കിക്കോ. വേഗം എണീറ്റ് പൊക്കോ, കേട്ടല്ലോ? അമ്മ, ഞാൻ നോക്കിക്കോളാം. രണ്ടാളും സൂക്ഷിച്ച് പോയിട്ട് വരണേ. എടി നീ ഒന്ന് വാ, അവളെല്ലാം നോക്കിക്കോളും. മോളെ, ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഈ ഡോറൊന്ന് അടച്ചിട്ടിട്ട് കിടന്നുറങ്ങിക്കോ. എന്നിട്ട് നീ കുറച്ച് നേരം ഓടിക്കായിരുന്നു. കുറച്ച് ലേറ്റായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, നിൻ്റെ അമ്മ പലതും പറയും. ഓക്കെ അച്ഛാ. ഗുഡ് മോർണിംഗ് ആൻറ്റി. വന്നോ? ഞാനിപ്പോൾ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു ഫുഡും കൊണ്ട്, കാണാത്തത് കൊണ്ട്. എന്തിനാ ആൻറ്റി? എനിക്ക് വിളിക്കാമെന്നല്ലോ. എൻ്റെ ഫോൺ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് സാരമല്ല, ബാമോളെ കഴിക്കാം. എനിക്ക് വിശപ്പില്ല ആൻറ്റി. അല്ല, നിലമോളവിടെ? അവളുണ്ട്, അവിടെ തന്നെ ഉണ്ട്, ആ റൂമിൽ. അല്ല, സിദ്ധാർത്ഥേട്ടനോ? അവന് എന്തോ ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ തന്നെ പോയായിരുന്നു. പക്ഷെ അച്ഛനുണ്ട്, അച്ഛൻ്റെ കയ്യിലാണ് നിലമോളിരിക്കുന്നത്. എന്താ ചോദിച്ചേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ ഞാൻ ചെന്ന് മോളെ നോക്കട്ടെ. നീ ഒന്ന് കഴിച്ചോണ്ട് പോകും. സാരമില്ല, ഞാൻ പിന്നെ കഴിക്കാം. ആദ്യം നിലുമോളെ നോക്കട്ടെ. ഈ പെണ്ണ് ഏത് നേരം നിലുമോളും അവരുടെ പിന്നാലെ തന്നെ. ആൻറ്റി, തലവേദന എന്നല്ലേ പറഞ്ഞേ? ആൻറ്റി ചെന്ന് കിടന്നോ, ഞാൻ ഈ പാത്രം കഴുകിക്കോളാം. അയ്യോ, അതൊന്നും പറ്റില്ല. മോള് ചെന്ന് കിടന്നോ, ഞാൻ ഇതൊക്കെ കഴുകി വെച്ചിട്ട് പൊക്കോളാം. അയ്യോ ആൻറ്റി, ഞാൻ ചെയ്യാം. ആൻറ്റി പോയി കിടന്നു. നോക്കി, പക്ഷേ സിദ്ധു വരാൻ ലേറ്റാവും. അവന് വന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് കിടക്കാൻ. അയ്യോ, അത് സാരമൊന്നുമില്ല ആൻറ്റി. ആൻറ്റിയുടെ അമ്മ ചെറിയ കുഞ്ഞൊന്നുമല്ലല്ലോ. ഇവിടെ മേശപ്പുറത്ത് ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കാം. ഏട്ടൻ വന്നിട്ട് എടുത്ത് കഴിച്ചോളും.
ആൻറ്റി പോയി കിടന്നു. എന്നാലും ഒരെന്നാലും ഇല്ല. ആൻറ്റി പോയി കിടക്ക്, ഞാനും പോയി ഉറങ്ങാൻ പോവാം. ഗുഡ് നൈറ്റ് ആൻറ്റി. ആ ഓക്കേടാ, ഗുഡ് നൈറ്റ്. പണ്ടാരം വിശക്കാൻ കണ്ട സമയം. ഈ രാത്രി ഞാനിത് എവിടെ പോയി തപ്പും? വല്ലതും കഴിക്കാനുണ്ടാവോ എന്തോ. ഈശ്വര, എല്ലാ പ്രേതവും ഉറങ്ങിക്കാണണേ. നീയാണോ ഇവിടെ? അല്ല, നീ എന്താ എൻ്റെ വീട്ടിൽ ചെയ്യണേ? ഇനി എനിക്ക് വീട് മാറിയതാണോ? അമ്മ, സിദ്ധാർത്ഥേട്ടനായിരുന്നോ? ഞാനിപ്പോൾ പേടിച്ചില്ലാണ്ടായി പോയനെ. എടി, നീ എന്താ എൻ്റെ വീട്ടിൽ? അതോ, ഞാൻ പറയാൻ വിട്ടു. അമ്മ അച്ഛനും കൂടെ നാട്ടിലോട്ട് പോയേക്കുക. അപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് ഇവിടെ ആക്കിയതാ. നാളെ വരത്തോളൂ. ഓ അങ്ങനെ. അല്ല, ഈ നട്ടപ്പാതിരയ്ക്ക് നീ എങ്ങോട്ടായിക്കണം നടക്കുന്നേ? അത് പിന്നെ ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ അല്ലെങ്കിൽ തിന്നാൻ കിട്ടുമെന്നൊക്കെ വന്നത്. ആ, അപ്പം കട്ട് തിന്നാണല്ലേ വന്നേ? ആണെന്ന് കൂട്ടിക്കോ. ഇത് കൊള്ളാം. ഇവിടെ ഒന്നുമില്ലേ കഴിക്കാൻ? എനിക്ക് വിശക്കണം. നീ സൗണ്ട് ഉണ്ടാക്കല്ലേ, അവർക്ക് എഴുന്നേൽക്കും. നീ നിൽക്ക്, ഞാൻ എന്തേലും ഉണ്ടോ നോക്കട്ടെ. ഇത് കഴിക്കുക. ചോക്ലേറ്റോ? എവിടെന്നാ? അത് ഞാൻ ഇന്നലെ നിലമോൾക്ക് വാങ്ങിയതാ. ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. ഓ, താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. എന്നാ ചെന്ന് കിടന്നോ. ഗുഡ് നൈറ്റ്. ഇനി അവിടെ ചെന്നുറങ്ങാനോ? എൻ്റെ ഉറക്കമൊക്കെ പോയി. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോയി ചെയ്യട്ടെ. വർക്കോ? ഈ പാതിരാത്രിക്കോ? ഒരു മെയിൽ അയക്കാനുണ്ട്. എന്നാൽ പിന്നെ ഞാനും വരുവാ, എനിക്കിനി ഉറങ്ങാനൊന്നും പറ്റത്തില്ല. നീയോ? അതൊന്നും ശരിയാത്തില്ല, നീ പോയി കിടന്നേ. അതെന്താ ശരിയാവത്തെ? ഞാൻ പോവാ, വേണേൽ വാ. ബാൽക്കണിയിലല്ലേ, ഞാൻ അവിടെ ഉണ്ടാവും, പെട്ടെന്നോ. ഇവളിത് ഈ കുരിപ്പിനെ കൊണ്ട് തോറ്റു. വാവ്, സിദ്ധേട്ട, ആ ചന്ദ്രൻ നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല ഭംഗിയുണ്ട്, പക്ഷെ നിന്റെ അത്രയില്ല. ആശിച്ചു ഞാൻ തോരാത്തൊരീ പൂമാരിയിൽ മൂടട്ടെ. എന്താ വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. നീ ചെന്ന് കിടന്ന് ഉറങ്ങും പെണ്ണെ. അമ്മ എങ്ങനെ നാളെ അറിയണം, എന്നെ എടുത്തിട്ടിരിക്കും. അതൊന്നും സാരില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സിദ്ധേട്ടാ, സിദ്ധേട്ടാ, എന്താന്ന്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ. അല്ല, നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞല്ലോ. ഈ സമയത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും സിദ്ധേട്ടൻ നിലമോളുടെ അമ്മയെക്കുറിച്ചോ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താ? അത് അയ്യോ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, താല്പര്യമില്ലേ പറയണ്ട കേട്ടോ. അത് കളഞ്ഞേക്ക്, ഞാൻ എന്തോ പെട്ടെന്നാണ് തോന്നിയപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. അത് സാരമല്ല, ഇയാളെ ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. അത് ശരിയാ. ഞാൻ അവളെക്കുറിച്ച് എനിക്കൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവളെക്കുറിച്ച് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. സോറി ഏട്ടാ. അതിനെന്താടോ, അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ആ ചാപ്റ്റർ അന്നേ ക്ലോസ് ആക്കിയതാ. അല്ല, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്താ പറയ്? നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്തിനാണോ ഏതിനാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് നിലമോളുടെ മുഖം ഓർത്തിട്ടെങ്കിലും ഒന്നിച്ച് ജീവിച്ചുകൂടായിരുന്നു? ആ കുഞ്ഞുമോൾ എത്രമാത്രം ഒരമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും.
അവളെ ഓർത്തെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം അമ്മയുടെ സ്നേഹം പോലെ വരത്തില്ല. അമ്മയോ? ആര്? അവളോ? ആ ഒരു വാക്കിന് പോലും അർഹതയില്ലാത്തവളവൾ. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സ്വന്തം കൊച്ചിനെ ഇല്ലാതാക്കാൻ നോക്കിയവളാണ്. എൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഇപ്പോൾ നിലിമോള് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാ. എന്നെ കാണുന്ന എല്ലാവരും ഇതേ ഡയലോഗ് തന്നെ പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചൂടാ? കൊച്ചിനെ ഓർത്തെങ്കിലും ചെയ്തുകൂടെ എന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കൊച്ചിനെ ഓർത്തിട്ടാണ്. അവളെ ഓർത്ത് എനിക്ക് ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാൻ പിരിഞ്ഞ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നഷ്ടമായതൊന്നും ഇനി തിരിച്ച് കിട്ടാൻ പോകുന്നുമില്ല. പോയതൊക്കെ പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. സിദ്ധേട്ടാ, ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുക, സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അതെന്നോട് പറയുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ പറയാമോ? പറയാം. എല്ലാത്തിനും കാരണം ഞാനായിരുന്നു. അന്ന് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു. എൻ്റെ മോളും ഞാനും ഇങ്ങനെ ഒറ്റയ്ക്കാകില്ലായിരുന്നു. ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ കമ്പനിയിലോട്ട് കയറാനായിരുന്നു അമ്മയ്ക്കും അച്ഛനൊക്കെ താല്പര്യം. പക്ഷേ എനിക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യണമെന്നൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് അബ്രോഡ് പോയി എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം, അവിടെ സെറ്റിലാവണം എന്നൊക്കെയാണ് ആഗ്രഹം. അങ്ങനെ ഞാൻ അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ ലണ്ടനിൽ ഒരു ജോബൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ജോബൊക്കെ സെറ്റാക്കി ഒരു 2 മാസം അങ്ങനെ അടിച്ച് പൊളിച്ചൊക്കെ പോയി. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടാണ് കമ്പനിയിലോട്ട് ഇവള് വരുന്നത്, സ്റ്റെല്ല. എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടാണ് സ്റ്റെല്ല വരുന്നത്. കണ്ടാലൊരു പാവം, ആരോട് അത്രയ്ക്ക് സംസാരിക്കത്തോ മിണ്ടത്തോ ഇല്ല. എന്തിന് എന്നോട് പോലും വർക്കിൻ്റെ കാര്യം പറയണ്ടല്ലാതെ ഒരു വാക്ക് പോലും എക്സ്ട്രാ സംസാരിക്കത്തില്ല. അങ്ങനെ ഇരിക്കെ ഒരു ബിസിനസ് ട്രിപ്പിന് പോയ ടൈമായിരുന്നു ഞാൻ അവളോട് ചോദിച്ചത്, നീ എന്താണ് സ്റ്റെല്ല എപ്പോഴും ഇങ്ങനെ എന്തോ താല്പര്യമില്ലാത്ത പോലെയൊക്കെ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഈ ജോബ് എന്താ ഇഷ്ടമല്ലേ? അത് സത്യം പറയാലോ, എനിക്ക് ഈ വർക്ക് ചെയ്യുന്നതിൽ ഒട്ടും താല്പര്യമില്ല. എനിക്ക് മോഡലിങ്ങിലാണ് താല്പര്യം. പക്ഷേ എന്ത് ചെയ്യാനാ, അങ്കിള് സമ്മതിക്കുന്നില്ല. അങ്കിളിൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. അതെന്താടോ, ഇയാൾക്ക് ഇയാളുടെ ഇഷ്ടം തന്നെ ചെയ്തു വെക്കൂടായിരുന്നോ? അവരോടൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താ? മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ ജീവിക്കാന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും ഒരു സന്തോഷം കാണാൻ പറ്റത്തില്ല. ഇയാൾക്ക് ഇഷ്ടമുള്ളത് ഇയാൾ ചെയ്യണം. പക്ഷേ അവർ സമ്മതിക്കത്തില്ല. ഇയാൾ ആദ്യം ചെയ്തിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ആദ്യമൊക്കെ എതിർപ്പൊക്കെ ഉണ്ടാവും, പിന്നെ അതങ്ങ് മാറിക്കോളും. നമ്മുടെ ഹാപ്പിനെസ് അല്ലേ നമ്മൾ നോക്കേണ്ടേ? ഓക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ അവൾ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജോബ് അവൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കമ്പനിയിൽ തന്നെ മോഡലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെ അവിടെ തുടങ്ങിയ സൗഹൃദം പിന്നീട് എപ്പോഴൊക്കെയോ പ്രണയമായി മാറി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. പക്ഷേ സ്റ്റെല്ല ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അമ്മയും അച്ഛനൊക്കെ എതിർത്തു. അങ്ങനെ അപ്പോൾ ഈ ഒരു ടൈമിലായിരുന്നു അവളുടെ വീട്ടിൽ ഒരു മാരേജ് അവളുടെ ആംഗിൾ കൊണ്ടുവന്നത്. വീട്ടിൽ അമ്മയോടൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. നമുക്ക് പിന്നീട് നോക്കാം, ഇപ്പോഴൊന്നും വേണ്ട, നമുക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. പിന്നെ എനിക്ക് അവളുടെ സാഹചര്യം കണ്ട് ഞങ്ങൾ വിവാഹം കഴിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ അമ്മ വിളിക്കത്തൊന്നുമില്ല, അച്ഛനെ വിളിക്കത്തില്ല,
അങ്ങനെ ഒരുപാട് ഷോക്കായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് സോൾവ് ആയിപ്പോയി. എല്ലാം ഹാപ്പി ആയിട്ട് തുടർന്നു. അങ്ങനെ ഒരു ഏകദേശം 6 മാസം വളരെ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. சகியே என் இளம் சகியே உன் நினைவுகளால் நீ துரத்துறியே மதியே என் முழுமதியே வெண் பகலிரவாய் நீ படுத்துறே நதியே என் இளமதியே உன் அலைகளினால் நீ உரசுறே மனம் எங்கிலும் நீ மேலதோ கனம் கனம் மாறுதே. ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്ന നിമിഷം. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിയുന്ന രീതിയിലൊരു സംഭവം ഉണ്ടായത്. സ്റ്റെല്ല, നീ എന്താ എത്ര ലേറ്റായേ? സമയം എത്രയാണെന്ന് നിനക്കറിയോ? എന്താണ് സിദ്ധു നിൻ്റെ പ്രശ്നം? എന്ത് ചെയ്താലും ഓരോ ചോദ്യമായിട്ട് വന്നോളൂ. ഒരു സ്വാതന്ത്ര്യമില്ല. സ്റ്റെല്ല, അതിന് ഞാനിപ്പോൾ എന്താ ചോദിച്ചേ? ലേറ്റായെന്ന് മാത്രമല്ലേ ചോദിച്ചേ? എന്തിന് നീ ചോദിക്കണം? എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ വരും. നീയൊക്കെ എന്തിനാണ് ചോദിക്കാൻ പോകുന്നത്? ഡി, നീ എന്താ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? ഇന്ന് വന്നേ. മാറി നിൽക്ക്. ഞാൻ മടുത്തു. തൊട്ടനെ പിടിച്ചതിന് പ്രശ്നം. എനിക്ക് വയ്യ ഈ കൂട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്വാതന്ത്ര്യമില്ല. എനിക്ക് നമ്മൾ ബന്ധം മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഡി, നീ എന്താ പറഞ്ഞേ? ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഇതിന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമൊന്നുമല്ല. ഞാൻ കുറേ നാളായിട്ട് സഹിക്കുക. എടി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്താ നിന്നോട് ചെയ്തേ? അല്ല സിന്ധു, എനിക്ക് പറ്റത്തില്ല. എനിക്കെൻ്റെ ക്യാരിയറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഒന്നിനും പറ്റുന്നില്ല. ഒരുമാതിരി ആകെ ഡിപ്രസ് ആയ പോലെ. എനിക്ക് ഈ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല. ഐ വോണ്ട് ഡിവോഴ്സ്. അയ്യോ സിദ്ധു, നീ എന്താണ് ചെയ്തേ? സ്റ്റെല്ല, സ്റ്റെല്ല ഒന്ന് എഴുന്നേക്ക്. പേടിപ്പിക്കില്ലേ സ്റ്റെല്ല, പ്ലീസ്. സ്റ്റെല്ലയുടെ ആരാ ഉള്ളേ? ഡോക്ടർ, ഞാനാ. സ്റ്റെല്ലയുടെ ആരാന്നാ പറഞ്ഞേ? ഹസ്ബൻഡ്. ഓ, കൺഗ്രാജുലേഷൻസ്. ഷീസ് പ്രഗ്നൻറ്റ്. വാട്ട്? 4 വീക്കേ ആയിട്ടുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. സ്റ്റെല്ല, സ്റ്റെല്ല, എടി നോക്ക്. എന്താന്ന് പറയും? നീ ഈ ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്കിയേ. എനിക്കെന്തിനാ ഗിഫ്റ്റൊക്കെ? എനിക്കൊന്നും വേണ്ട. എടി ഒന്ന് തുറന്ന് നോക്ക്. ഇതെന്താ ബേബി ഡ്രസ്സ്? എനിക്കെന്തിനാ ബേബി ഡ്രസ്സ്? ആവശ്യം വരും. എന്തിനാ? ഓഫ്, ഈ മന്ദബുദ്ധിയാണല്ലോ ഞാൻ കേട്ടേ. എടി, നീ പ്രഗ്നൻ്റാ. വാട്ട്? ഞാനോ? ഏയ് ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. നീ എന്താ അങ്ങനെ പറയുന്നേ? ഇല്ല സിദ്ധാർത്ഥ്, അതൊരിക്കലും നടക്കരുത്. നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സിദ്ധാർത്ഥ്, ഐ എം സോറി. എനിക്ക് കുഞ്ഞ് വേണ്ട. ഡി, നീ എന്താ പറയുന്നേ? പ്ലീസ് സിദ്ധാർത്ഥ്, ഞാൻ അന്നേ പറഞ്ഞതാ. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നേ താല്പര്യമില്ല. അപ്പോഴല്ലേ ഈ കൊച്ച്. പ്ലീസ്, എനിക്ക് ഡിവോഴ്സ് വേണം. എടി, നീ എന്താ സംസാരിക്കുന്നതൊക്കെ? എന്താ വട്ടാണോ? നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ? പ്ലീസ് ഒന്ന് മനസ്സിലാക്കി. എനിക്ക് എൻ്റെ ക്യാരിയറിനെ നോക്കണം. എനിക്കിങ്ങനെ നിന്നെയും നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് മനസ്സിലാക്കുക. സ്റ്റെല്ല, ഇനഫ്. ഇനി നീ സംസാരിക്കരുത്. അതെന്താ ഞാൻ സംസാരിച്ചാൽ? എൻ്റെ ലൈഫാണ്. എനിക്കിഷ്ടമുള്ളത് എനിക്ക് ചിന്തിക്കാം, എനിക്ക് ചെയ്യാം. അതിനെനിക്ക് ആരുടെ അനുവാദം വേണ്ട. നീ എന്താ പറഞ്ഞു വരുന്നേ? ഐ വോണ്ട് ഡിവോഴ്സ്. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താല്പര്യമില്ല.
ഞാൻ ഈ കൊച്ചിനെ അബോട്ട് ചെയ്യാൻ പോവാം. ഡീ നീ എൻ്റെ ലൈഫിന് ഈ കുഞ്ഞും കുട്ടിയും ഒന്നും ശരിയാകത്തില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് മന്ത് എനിക്കൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുണ്ട്. പ്രഗ്നൻ്റ് ആണെങ്കിലോ അതൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് നമ്മുടെ ഈ ബന്ധം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊന്നും സാധിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഈ കൊച്ചിനെ കളയാൻ പോവാം. എടി നീ എന്താ പറയുന്നത്? എനിക്ക് മോഡലിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊന്നും കല്യാണം കഴിക്കുന്നില്ലേ, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ലേ? നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ? നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ ഒന്ന് പറഞ്ഞ് നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇല്ല സിന്ധു, നീ എന്താ മനസ്സിലാകാത്തെ? എനിക്ക് താല്പര്യമില്ല കുട്ടിയിലും കുഞ്ഞിലൊന്നും. എനിക്ക് വേണ്ട. എടി അങ്ങനെ പറയില്ല, അതൊരു ജീവനാണ്. നീ എന്താ, നമ്മുടെ കുഞ്ഞാണത്. നീ അങ്ങനെ ചിന്തിക്കുക. ഇല്ല സിന്ധു, ഞാൻ പറഞ്ഞതാ. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് തന്നെ ഇപ്പോൾ തീരുമാനം എടുത്തേ. അപ്പോഴാണ് ഈ കുഞ്ഞും കൂടെ എനിക്കെല്ലാം കൂടി ചുമക്കാൻ വയ്യ. ഞാൻ കളയാൻ പോവാം. ഈശ്വര, ഞാൻ എന്താ ചെയ്യുക? ഓക്കെ, നിനക്കിപ്പോൾ നിൻ്റെ ക്യാരിയർ നോക്കണം അല്ലേ? ഓക്കെ, നിനക്ക് എന്ത് വേണേല, പക്ഷെ എൻ്റെ കുഞ്ഞിനെ ജീവനോടെ എൻ്റെ കയ്യിൽ തന്ന ശേഷം. ഒരിക്കലുമില്ല. നീ എന്താ പറയണേ? ഞാൻ പ്രസവിക്കണമെന്നാണോ? ഇല്ല, പറ്റില്ല. അല്ലാതെ ഞാൻ നിനക്ക് ഡൈവേഴ്സ് തരില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ജീവനോടെ വേണം. ഈ കുഞ്ഞിൻ്റെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. സിദ്ധാർത്ഥ്, നീ എന്താ പറഞ്ഞാൽ മനസ്സിലായി? ഇത് എൻ്റെ ശരീരമാണ്, അത് എൻ്റെ അവകാശമാണ്. എന്ത് അവകാശം? അപ്പം ഇത്രയും കാലം നീ സ്നേഹിച്ചെന്നും പറയുന്നതും ഒക്കെ എല്ലാം എന്താ? അതൊക്കെ വെറുതെയാണോ? സിദ്ധാർത്ഥ്, അതല്ല ഇത്. എനിക്കൊന്നും അറിയണ്ട. നീ എൻ്റെ കുഞ്ഞിന് എൻ്റെ കയ്യിൽ തന്ന ശേഷം എവിടെ വേണേലും പൊക്കോ. നീ എന്ത് പറയുന്നോ ഞാൻ നിനക്കാ തരാം. എന്ത് വേണമെങ്കിലും. അങ്ങനെ അവളുടെ കൈയും കാലൊക്കെ പിടിച്ച് ഒരുപാട് പറഞ്ഞിട്ടാ എൻ്റെ എന്തിനുമോളെ എനിക്ക് കിട്ടിയ. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടായ ശേഷം അവളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുന്നു. പക്ഷെ എനിക്ക് തെറ്റി. വേറെന്തൊക്കെയോ അവളുടെ ഈ ഉദ്ദേശത്തിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ എന്താണെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. പിന്നെ ഞാനതങ്ങ് വിട്ടു. നമ്മളെ വേണ്ടെന്ന് പറയുന്നവരെ പിന്നെ എന്തിനാണ് നമ്മൾ പിന്നെയും പിറകെ നടന്ന് സ്നേഹം പിടിച്ചു വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ എന്നെ നിലുമോളെ തനിച്ചാക്കി അവളെങ്ങോ പോയി. തനിച്ചായിരിക്കണമെന്ന് വിധിക്കപ്പെട്ട എന്നും തനിച്ച് തന്നെയാണ്, അല്ലാതെ ഇപ്പം എന്ത്. ഇനി പറയ്, ഇങ്ങനെയുള്ളൊരു പെണ്ണിൻ്റെ കൂടെ ഞാൻ ജീവിക്കണമെന്നാണോ നീ പറയുന്നത്? ഞാൻ വിചാരിച്ചാലും ജീവിക്കാൻ പറ്റത്തില്ല. ഇനി പറയ്, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല ഏട്ടാ. സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിനെയും ക്യാരിയറിന് വേണ്ടി തനിച്ചാക്കി പോയവളാ. പോട്ടെ, പക്ഷെ എന്ത് ചെയ്യാനാ? എൻ്റെ കുഞ്ഞിന് ഒരമ്മയുടെ സ്നേഹമോ വാത്സല്യമോ ഒന്നും കിട്ടാൻ വിധിയില്ല. ആരൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം പെറ്റമ്മ സ്നേഹിക്കുമ്പോൾ ഒന്നും വരത്തില്ലടോ. എൻ്റെ മോൾക്ക് വിധിയില്ല, അത്ര തന്നെ. ഏട്ടാ, എന്തേ? നീ പോയി കിടക്ക്, ടൈമായി. ഏട്ടാ, എന്താടി പറയ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയ്. വിരോധനിലയിൽ നിലുമോളുടെ അമ്മയായിട്ട് ഞാൻ വന്നോട്ടെ?